Hi everyone, welcome back to my channel Learning Waves. So കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി നമുക്ക് നോക്കാം. ഇന്ന് എക്സാമ്പിൾ 3 ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എക്സാമ്പിൾ 3ൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്കൊരു സെക്ഷൻ ഉണ്ട്. സോ അതെന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലെസ് ദെൻ 0. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് മീൻസ് ലെസ് ദെൻ 0, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് മീൻസ് ഗ്രേറ്റർ ദെൻ 0. ഓക്കെ, ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമ്മളത് കണ്ടിന്യൂസ് ആണെന്ന് പറയും. ദാറ്റ് ഈസ് ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ പറഞ്ഞേക്കാം. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0, ദാറ്റ് ഈസ് ഇപ്പോൾ 0 ആണെങ്കിൽ ദാറ്റ്സ് പ്ലസ് സി പ്ലസ് ആണ്. സി പ്ലസ് f of x that is equal to limit extends to minus c f of x. ഇത് രണ്ടും പരസ്പരം ഈക്വൽ ആണെങ്കിൽ സോ ദാറ്റ് ഇസ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? ദാറ്റ് ഇസ് കണ്ടിന്യൂസ്. ദാറ്റ് ഇസ് കണ്ടിന്യൂസ്. കണ്ടിന്യൂറ്റി ഇൻ എഫ്, ദ ഫംഗ്ഷൻ എഫ് എന്ന് നമ്മൾ പറയും. അതായത് റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം. അപ്പോഴാണ് നമ്മൾ അതിന് എന്ത് പറയുള്ളൂ? കണ്ടിന്യൂസ് ആണ് ആ ഫംഗ്ഷൻ. ദാറ്റ് ഫംഗ്ഷൻ ഈസ് എ കണ്ടിന്യൂസ് അറ്റ് നമ്മൾ ഏതാണോ നമുക്ക് തന്നിരിക്കുന്ന എക്സ് വാല്യൂ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത് ചെയ്യും. സോ അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസറാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ എല്ലാവരും ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എക്സാമ്പിൾ 3. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യനാണ് എക്സാംസിന് വരിക. സോ അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കുറച്ച് കണ്ടിന്യൂറ്റി വരുമ്പോൾ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് ദാറ്റ് ഇസ് മോഡുലസ് ഓഫ് എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. സോ നമ്മുടെ ഫംഗ്ഷൻ നമ്മൾ ആഡ് ചെയ്താൽ എഫ് ഓഫ് എക്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ രണ്ട് സെക്ഷൻ ഉണ്ട്. പോസിറ്റീവ് വാല്യൂ ഉണ്ട്, നെഗറ്റീവ് വാല്യൂ ഉണ്ട്. സോ നമുക്കിതിനെ എങ്ങനെ എഴുതാം? മൈനസ് എക്സ് ഇഫ് എന്താണ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സിനേക്കാളും ഇപ്പോൾ ഒരു മൈനസ് വാല്യൂ വരുവാണെങ്കിൽ അതെന്താ? ലെസ് ദാൻ 0. 0-നേക്കാളും ലെസ് ആണെങ്കിലാണ് എന്ത് വരിക? നമുക്ക് മൈനസ് വരിക. ദെൻ എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിലോ 0, അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. 0-നേക്കാളും കൂടുതലോ അല്ലെങ്കിൽ 0യോ അങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാം പോസിറ്റീവ് വാല്യൂ കിട്ടും. അതായത് മോഡുലസ് മാറ്റി കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. കാരണം മോഡുലസിനകത്ത് പോസിറ്റീവ് വന്നാലും നെഗറ്റീവ് വന്നാലും ആൻസർ എന്തായിരിക്കും? പോസിറ്റീവായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ നമ്മൾ ആ ഒരു ഫംഗ്ഷൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അതായത് മൈനസ് എക്സ് ഇഫ് എക്സ് ഇസ് ലെസ് ദാൻ 0 ആൻഡ് എക്സ് ദെൻ ഇഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ എന്നിട്ട് നമ്മളിത് ചെക്ക് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 മൈനസ് അല്ലേ എഫ് ഓഫ് എക്സ്. ഇപ്പോൾ നോക്കിയാൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 0 മൈനസ് ഐ മീൻ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ ഏത് വാല്യൂ വരിക? ഈ നമ്മൾ എഴുതിയ ഫംഗ്ഷനിൽ ഏതാ വരിക? ഓബിയസ്ലി ഫസ്റ്റ് വൺ അല്ലേ? കാരണം ലെസ് ദാൻ 0 ആണ്, നെഗറ്റീവ് ആണ്. സോ നമ്മൾ ഫസ്റ്റ് വൺ ആണ് എടുക്കുന്നത്. സോ നമുക്ക് നമ്മുടെ ഇക്വേഷൻ എന്താ? ലിമിറ്റ് എഫ് ഓഫ് എക്സിൻ്റെ പ്ലേസിൽ അത് പുട്ട് ചെയ്ത് കൊടുക്കുക. ഇത് ചെറിയ വാല്യൂ ആയതുകൊണ്ട് നിങ്ങൾ ഒറ്റ ലൈനിൽ എഴുതാൻ നോക്കണ്ട. കാരണം അത് കോംപ്ലിക്കേറ്റഡ് ആവും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം കുറച്ച് വലിയ കാൽക്കുലേഷൻ, വലിയൊരു ഇക്വേഷൻ പോലെ വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണോ ആദ്യം അത് എടുത്ത് എഴുതുക തന്നെ വേണം. സോ മൈനസ് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എന്താ? ഓബിയസ്ലി ദാറ്റ് ഇസ് 0. സോ 0 ആയി. ദെൻ ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണ്? സെയിം ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 പ്ലസ്, നമ്മൾ പ്ലസ് ഇടുന്നേ ഉള്ളൂ. ദെൻ എഫ് ഓഫ് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 പ്ലസ്. ദെൻ 0 പ്ലസ് ആണ്. നമ്മുടെ എഫ് ഓഫ് എക്സ് പോസിറ്റീവ് വരുന്ന വാല്യൂ ഏതായിരിക്കും? സെക്കൻഡ് അല്ലേ? സെക്കൻഡ് വൺ. ജസ്റ്റ് എക്സ് എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ. നമ്മൾ ഇക്വേഷൻ ഉണ്ടെങ്കിൽ മേ ബി ഇക്വേഷനായിട്ട് വരുവാണെങ്കിൽ അത് എഴുതണം. ഇവിടെ എക്സ് മാത്രമുള്ളത് കൊണ്ടാണ് നമ്മൾ ജസ്റ്റ് എക്സ് എന്ന് എഴുതുന്നത്. എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റിൻ്റെ പ്ലേസിൽ എക്സിൻ്റെ പ്ലേസിൽ 0 കൊടുക്കൂ. അപ്പോൾ ആൻസർ എന്താ? 0. സോ ഹിയർ എന്താണ്?
ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആണ്, 0 ആണ് അല്ലേ. സോ ദാറ്റ് ഇസ് കണ്ടിന്യൂസ്. ഓക്കെ, കോയിൻസിഡൻറ്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0, എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. സോ ദിസ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇതാണ് ലിമിറ്റ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കൊടുത്ത് ചെയ്യുന്നൊരു കാൽക്കുലേഷൻ. ഇനി നെക്സ്റ്റ് സെയിം വേയിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. നമ്മുടെ എക്സാമ്പിൾ 10 ആണ് കേട്ടോ, 10 ആണ്. നമുക്ക് 3 കേസ് വരും ഈ 10. ചിലർക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു സെക്ഷനാണ്, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അത് എടുത്തിരിക്കുന്നത്. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു, വാട്ട് ഇസ് ദാറ്റ്? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, എക്സ് പ്ലസ് 2 if x less than or equal to 1. Okay, then x minus 2 if x is greater than 1. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി അവർ തന്നിരിക്കുന്നൊരു എക്സാമ്പിളാണ്, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ്. സോ ഇതിൽ നമ്മൾ കണ്ടുപിടിക്കണം ഓരോ കേസ് എടുത്ത്. ഐ മീൻ ഇതിൽ ഏതൊക്കെ കേസ് വരും? കേസ് 1, കേസ് 1 എന്താ? ദാറ്റ് ഈസ് സി ലെസ് ദൻ 1 അല്ലേ. ഇത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് കണ്ടുപിടിക്കേണ്ട, ഫസ്റ്റ് ഡയറക്റ്റ്ലി ഇട്ട് കൊടുത്ത് നോക്കാം. സോ ഫസ്റ്റ് എന്താണ്? എഫ് ഓഫ് സി നമ്മൾ ഇട്ട് കൊടുക്കില്ലേ, സി ഇട്ട് കൊടുത്ത് നോക്കുക സീൻ്റെ പൊസിഷനിൽ. സോ എക്സ് ഇസ് ഈക്വൽ ടു സി, എക്സിൻ്റെ പ്ലേസിൽ സി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലെസ് ദൻ 1 എന്ന് പറഞ്ഞാൽ ഏതാ വരിക? ദിസ് 1 ഓർ ദിസ് 1? ആലോചിച്ച് നോക്കുക ഏതാണ് വരിക. ലെസ് ദൻ 1 എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ കാൽക്കുലേഷനാണ് വരിക, ഈ ഒരു എഫ് ഓഫ് എക്സ് ഈ ഒരു ഫംഗ്ഷനാണ് വരിക. സോ ദാറ്റ് ഈസ് എക്സ് പ്ലസ് 2. സോ ഇവിടെ നമ്മൾ എന്ത് വരും? സി പ്ലസ് 2. ദിസ് ഈസ് ഫസ്റ്റ് എഫ് ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചു. സെയിം ഇതിൽ തന്നെ നമ്മൾ എന്തുകൂടി കണ്ടുപിടിക്കണം? എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് കൊടുക്കണ്ടേ? എഫ് ഓഫ് സി കണ്ടുപിടിച്ചു, ഇനി എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി, ഐ മീൻ സി എന്ന് പറയുമ്പോൾ നമുക്കിവിടെ മാറും, 1 ആവും. എക്സ് ടെൻസ് ടു 1 തന്നെ എഴുതാം. 1 എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു, കാരണം ഇവിടെ 1 സെക്കൻഡ് നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു സി തന്നെ എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്കിവിടെ സി ലെസ് ദൻ 1 എന്നേ ഉള്ളൂ. പർട്ടിക്കുലർ ആയിട്ട് സിക്കോ എക്സിനോ ഒരു വാല്യൂ പറഞ്ഞിട്ടുണ്ടോ? ഈ ഫസ്റ്റ് കേസിൽ നമുക്ക് പർട്ടിക്കുലർ വാല്യൂ ഇല്ല. എക്സ് ഇസ് ഈക്വൽ ടു 1, എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് സി ലെസ് ദൻ 1 അത്ര മാത്രമേ തന്നിട്ടുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ എക്സ് ടെൻസ് ടു സി തന്നെയാണ് എടുക്കുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് കേസ് ആയതുകൊണ്ട് നമ്മൾ എന്തെടുക്കും? ഈ ഒരു സെക്ഷൻ തന്നെ എടുക്കുന്നത്. സോ എക്സിന് പകരം അവിടെ എന്ത് വരും? സി വരും. സോ ദിസ് ഈസ് ഓൾസോ സി പ്ലസ് 2. ഓക്കെ, ഹിയർ ആലോചിച്ച് നോക്ക്, നമ്മൾ ആദ്യം പഠിച്ചത് ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ് എഫ് ഓഫ് സി ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എഫ് ഓഫ് എക്സ് അല്ലെ, ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ്. സോ ഇത് രണ്ടും എന്താണ്? രണ്ടും സി പ്ലസ് 2 ആണ്, സി പ്ലസ് 2 സി പ്ലസ് 2. സോ ദാറ്റ് ഈസ് കണ്ടിന്യൂസ്. അപ്പോൾ നമ്മൾ എഴുതേണ്ട ഫൈനലായിട്ട് എഴുതേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സി ദാറ്റ് ഈസ് ഈക്വൽ ടു സി പ്ലസ് 2. സോ ദിസ് ഈസ് കണ്ടിന്യൂസ്. ഫസ്റ്റ് കേസ് എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഇൻ ദ സെയിം വേ നമ്മൾ നെക്സ്റ്റ് കേസ് ദ സെയിം വേ നമ്മൾ നെക്സ്റ്റ് സെക്ഷൻ ചെയ്യാൻ പോവാണ്. സോ നെക്സ്റ്റ് കേസ് എന്തായിരിക്കും? 1 സെക്കൻഡ്. നെക്സ്റ്റ് കേസ് എന്തായിരിക്കും? കേസ് 2. ഇവിടെ കേസ് 3. ഓക്കെ, ഫസ്റ്റ് കേസ് 2 നോക്കാം. കേസ് 2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വരിക? സി ഇസ് ഗ്രേറ്റർ ദാൻ 1, സി ഓർ എക്സ് വാട്ട് എവർ ഇറ്റ് ഈസ്. സോ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1. ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ഫംഗ്ഷനാണ് വരുന്നത്? ഗ്രേറ്റർ ദാൻ 1, സി ഗ്രേറ്റർ ദാൻ 1 സെക്കൻഡ് ഫംഗ്ഷനാണ് വരുന്നത്. സോ ഇതായിരിക്കും നമ്മുടെ ഫംഗ്ഷൻ. അതിൽ എക്സ് മൈനസ് 2 അതാണ് നമ്മുടെ ഫംഗ്ഷൻ. സോ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് എഫ് ഓഫ് സി ഫസ്റ്റത്തെ പോലെ തന്നെ എഫ് ഓഫ് സി എടുക്കുമ്പോൾ സീൻ്റെ പ്ലേസിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ വാല്യൂ എന്താണ്? എക്സിൻ്റെ പ്ലേസിൽ സി ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ സി മൈനസ് 2 ഫസ്റ്റ് എഫ് ഓഫ് സി കണ്ടുപിടിച്ചു. അടുത്ത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി. ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വാല്യൂ ഉണ്ടോ? ഇല്ല.
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വാല്യൂ ഉണ്ട് എന്നെങ്കിലാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അതൊക്കെ ചെയ്യുക. പക്ഷേ ഇതിൽ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് സി എന്നുള്ള പ്ലേസിലേക്ക് എക്സിൻ്റെ പ്ലേസിലേക്ക് സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ എഫ് ഓഫ് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം സെയിം സി മൈനസ് ടു. കാരണം എക്സ് മൈനസ് ടു ആണ്, സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സി മൈനസ് ടു. അപ്പോൾ ഇത് രണ്ടും എന്താണ് സെയിം ആയി. സോ ദാറ്റ് ഇസ് കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് അറ്റ് നമുക്ക് പറയാൻ പറ്റുമോ എക്സ് ഇസ് ഈക്വൽ ടു സി, സീൻ്റെ സെക്ഷനിലാണ് അത് കണ്ടിന്യൂസ്. ഓക്കെ, അത് കണ്ടിന്യൂസ് ആണ് ആ ഫംഗ്ഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ കേസ് 3 എന്താണ്, അതാണ് നമ്മൾ നോക്കേണ്ടത്. കേസ് 3 എന്ന് പറയുമ്പോൾ ഇവിടെ 2 സെക്ഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലെസ് ദെൻ 1, എക്സ് ഇസ് ലെസ് ദെൻ 1, എക്സ് ഇസ് ഗ്രേറ്റർ ദെൻ 1. കേസ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഈക്വൽ ടു 1 എന്നൊരു സംഭവം ഉണ്ട് ഇവിടെ. അതായത് എക്സ് ലെസ് ദെൻ ഓർ ഈക്വൽ ടു 1 ആണ്. സോ നമ്മൾ ആ ഈക്വൽ ടു 1 നമ്മൾ എടുക്കാൻ പോവാണ്. ഓക്കെ, സോ അതെങ്ങനെയായിരിക്കും? എക്സ് ഓർ സി ദാറ്റ് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, സോ ഈ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. ഫസ്റ്റ് സിക്ക് തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എഫ് ഓഫ് സി ദാറ്റ് ഇസ് ഈക്വൽ ടു നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്? സി പ്ലസ് 2. വേറെ വഴിയില്ല, നമുക്ക് സീൻ്റെ പ്ലേസിൽ നമുക്ക് അവിടെ സി. സോ ദാറ്റ് ഇസ് സി പ്ലസ് 2. സി പ്ലസ് 2 അതായത് എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ മാറ്റി സി കൊടുക്കുന്നു, എക്സിന് പകരം സി കൊടുക്കുന്നു, വേറെ ഒന്നും നമ്മൾ അവിടെ ചെയ്യുന്നില്ല. നെക്സ്റ്റ് സെക്ഷനിലാണ് നമ്മൾ ഈ ലിമിറ്റ് വെച്ച് കണ്ടിന്യൂസ് ആണോ അല്ലയോ ചെക്ക് ചെയ്യുന്നത്. സോ എഫ് ഓഫ് സി ദാറ്റ് ഇസ് ഈക്വൽ ടു സി പ്ലസ് 2 ആണ്. ഓക്കെ, നമ്മുടെ എക്സിൻ്റെ വാല്യൂ എന്നുള്ളത് ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്നുള്ളത് എന്താണ്? 1 ആണ്. സോ നെക്സ്റ്റ് സെക്ഷൻ നമ്മൾ എന്തെടുക്കും? ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് അല്ലേ, നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആദ്യം എടുക്കാം. സോ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുന്നു. എഫ് ഓഫ് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താ വരിക? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുകയാണ്. 1 എന്നുള്ള എക്സിന് 1 ആണ് കിട്ടിയിരിക്കുന്നത്, പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കുന്നു. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് സെക്ഷൻ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണ്? എക്സ് മൈനസ് 2 ബിക്കോസ് ദ എക്സ് വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ 0. എക്സ് വാല്യൂ ഗ്രേറ്റർ ദാൻ 0 വരുന്ന ഏതാ? ഇത് സെക്കൻഡ് സെക്ഷൻ. സോ അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് സെക്ഷൻ എടുത്തു. ഓക്കെ, സോ സെക്കൻഡ് സെക്ഷൻ എടുത്തു. അപ്പോൾ അത് കിട്ടി. അപ്പോൾ നമ്മുടെ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. 1 മൈനസ് 2 ദാറ്റ് ഇസ് ഈക്വൽ ടു -1. അത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. അടുത്ത ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, അത് പുറത്ത് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 മൈനസ് ദെൻ എഫ് ഓഫ് എക്സ്. നമുക്ക് ഏതെടുക്കാം? ലെസ് ദെൻ 1 ആകുമ്പോൾ നമ്മുടെ കണ്ടീഷൻ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിൽ ഏതാ വരുന്ന കണ്ടീഷൻ? ഫസ്റ്റ് വൺ, സോറി ഇതല്ല, നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. സോ അതെന്തായിരുന്നു? എക്സ് പ്ലസ് 2 ആണ് അല്ലേ. സോ എക്സിൻ്റെ പ്ലേസ് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഒബിയസ്ലി 1 കൊടുക്കും. സോ 1 പ്ലസ് 2 ദാറ്റ് ഇസ് ഈക്വൽ ടു 3. നമുക്കിവിടെ -1 കിട്ടി. ശ്രദ്ധിക്കുക, ലിമിറ്റ് കൊടുത്തപ്പോൾ ഇവിടെ നമുക്ക് -1 കിട്ടി, ഇവിടെ -3 കിട്ടി. സോറി 3 കിട്ടി, വെറും 3. സോ 3 കിട്ടി. സോ ദാറ്റ് ഇസ് ഡിസ്കണ്ടിന്യൂസ്. RHL that is not equal to LHL. So this is discontinuous. Third condition, third case എന്താണ്? Discontinuous. ഓക്കെ, ദിസ് ഇസ് ബേസിക് ആയിട്ട് നമ്മൾ പറയുന്ന ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണ്, ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യുന്നുള്ള കാര്യമാണ്. ഓക്കെ, ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.